GST നിലവിൽ വന്നത് എന്നാണ്? GST നിലവിൽ വന്നത് 2017 ജൂലൈയിലാണ്. ആൻസർ 2017 ജൂലൈയിലാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ചെറുകിട കർഷകർ വൻകിട കർഷകർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ശരിയാണ്. ചെറുകിടവും വൻകിടവും അന്തരം വർദ്ധിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ശരിയാണ്. ഹരിത വിപ്ലവം രണ്ടാം ഘട്ടം 70 മുതൽ 80 വരെ പകുതി വരെയാണ്. ഇത് ശരിയാണ്. ഈ 3 പ്രസ്താവനകളും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ നദികളെ കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. വളരെ വേഗം നദികളെ കുറിച്ചൊന്ന് നോക്കുകയാണ്. എന്താണ് നദികൾ? അപ്പൊ ഇന്ത്യൻ നദികളെ നമ്മൾ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപ് നദികളെന്നും തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യൻ നദികള്, ഹിമാലയൻ നദികളുണ്ട്, അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളുണ്ട്. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് നമ്മുടെ ഹിമാലയൻ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു ഉണ്ട്, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്. അതുപോലെ സിന്ധുവിന്റെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവർ തടാകം. ഗംഗയുടെ ഉത്ഭവം ഹിമാനി, ഗായ്മുഖ്, ഗംഗ, ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവം. ഏറ്റവും നീളം കൂടിയത് ഗംഗാ നദി 25 കിലോമീറ്റർ. ഏറ്റവും വലിയ പോഷക നദി ഗംഗയുടേത് യമുനയാണ്. സിന്ധു, സത്ലജ്, രവി, ബിയാസ്, ഇങ്ങനെ 5 പോഷക നദികളുണ്ട്. പിന്നെ ജലവും സരസ്വതിയും കൂടി പറയുന്നുണ്ട്. അപ്പോ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്, ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ചെമയുങ്തുങ് ഹിമാനി. അപ്പൊ സിന്ധു നദി ടിബറ്റില് മാനസരോവർ തടാകം, ഗംഗ, ഗംഗോത്രി, ഹിമാനി, ഗായ്മുഖ്. ബ്രഹ്മപുത്ര ടിബറ്റില് ചെമയുങ്തുങ് ഹിമാനി. സിന്ധു നദി എങ്ങോട്ട് പോയി പതിക്കുന്നു? അറബിക്കടലിൽ. ഗംഗാ നദി എവിടെ പോയി പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര നദിയോ? അത് ബംഗാൾ ഉൾക്കടൽ. അപ്പൊ ഹിമാലയൻ നദികൾ 3 അറബിക്കടലിൽ പതിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. പാകിസ്ഥാന്റെ ജീവരേഖയാണ്. ഉപദ്വീപ് നദികൾ 6. നർമ്മദയും താപ്തിയും മാത്രമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. നർമ്മദയും താപ്തിയും മാത്രമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി 6 ഉപദ്വീപീയ നദികൾ. നീളം കൂടുതല് ഗോദാവരിക്ക്. എത്രയാണ് നീളം? 1465 കിലോമീറ്റർ. എത്രയുണ്ട്? 1465 കിലോമീറ്റർ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ. പോഷക നദികൾ ചോദിക്കാറുണ്ട്. ഇന്ദ്രാവതിയും ശബരിയുമാണ്. അപ്പോൾ ഇതിന്റെ പോഷക നദി ഏതാണ്? ഇന്ദ്രാവതി ഉണ്ട്, ശബരിയുണ്ട്. ഇനി 2ാം സ്ഥാനം 1400 കിലോമീറ്റർ ഉള്ള കൃഷ്ണയാണ്. ഭീമയും തുംഗഭദ്രയുമാണ് ഇതിന്റെ പോഷക നദികൾ. ഭീമയുണ്ട്, തുംഗഭദ്രയുണ്ട് ഇതിന്റെ പോഷക നദികൾ. അടുത്തത് കാവേരി. കിഴക്കോട്ടൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ കാവേരി നദിയുടെ പോഷക നദികളാണ്. അമരാവതിയും പോഷക നദിയാണ്. മഹാനദി. മഹാനദിയുടെ പോഷക നദികളാണ് ഇബും ടെല്ലും. ഇബ്, ടെല്ല്. നർമ്മദയുടെ പോഷക നദികൾ ഹിരണ, ബഞ്ചാൻ. നർമ്മദയുടെ പോഷക നദികൾ ഏതാണ്? ഹിരണുണ്ട്, ബഞ്ചാനുണ്ട്. താപ്തിയുടെ പോഷക നദി ഏതാണ്? താപ്തി. മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവം. മധ്യപ്രദേശ്, ബൈതുൽ ജില്ല, മുൾട്ടായി പീഠഭൂമി. ആനറും ഗിർനയുമാണ് ഇതിന്റെ പോഷക നദികൾ. ആനറും ഗിർനയും. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടം, ബ്രഹ്മഗിരി കുന്നുകൾ.
നാസിക് ജില്ലയിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവം. പശ്ചിമഘട്ട മഹാരാഷ്ട്ര, നാസിക്. ചോദ്യമാണ് നാസിക്. അടുത്തത് നമുക്കറിയേണ്ട ഒരു പോയിന്റ്, ഹിമാലയൻ നദിയുടെ ഉത്ഭവം ഉത്തരപർവ്വതമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദി. ഗംഗാ നദി 25 കിലോമീറ്റർ ആണ്. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം, ഇന്ത്യയിലെ പുണ്യനദി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ് 2008 നവംബർ 4. ഇത് ഉത്ഭവസ്ഥാനത്ത് ഭഗീരഥി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഉത്തരാഖണ്ഡിലാണ്, ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്ഭവസ്ഥാനത്ത് ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. അളകനന്ദ ഉത്ഭവിക്കുന്നത്, ഈ ഭഗീരഥിയും അളകനന്ദയും കൂടെ ചേർന്ന് ദേവപ്രയാഗ് എന്ന പേരിൽ, ദേവപ്രയാഗ് എന്ന സ്ഥലത്താണ് അളകനന്ദയും ഭഗീരഥിയും ഒന്നിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ്. ഇനി ഗംഗയുടെ ഏറ്റവും വലിയ പട്ടണം ഏത്? ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പട്ടണം ഏതാണ്? കാൺപൂർ. ആൻസർ കാൺപൂർ. നമ്മുടെ ദേശീയ ജലജീവി ഏതാ? ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിട്ട ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഇനി എക്സാമിന് ചോദിച്ചു, ഭഗീരഥി അളകനന്ദ ദേവപ്രയാഗിൽ ഒന്നിക്കും. അതിനുശേഷം ഇത് ഏത് പേരിലാണ് ഒഴുകുന്നേ? ഗംഗാ നദി. ദേവപ്രയാഗ്, ഭഗീരഥി ഒന്നിച്ച്, എന്നിട്ട് പിന്നെ ഇത് ഗംഗാ നദി എന്ന പേരിലാണ് ഒഴുകുന്നത്. ഓക്കെ ആണ്. നമാമി ഗംഗ, ഗംഗയെ ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ് 2014 നരേന്ദ്രമോദിയാണിത് ആരംഭിച്ചത്. നരേന്ദ്രമോദി ആരംഭിച്ചു. വാരണാസി, നരേന്ദ്രമോദി വിജയിച്ചത് വാരണാസിയിൽ നിന്നാണ്, ഗംഗാ നദിയുടെ തീരത്താണ്. ഗംഗയുടെ പോഷക നദികൾ ചോദിക്കാറുണ്ട്. യമുന, കോസി, ദാമോദർ, സോണ്, ഘാഗ്ര, ഗോമതി, ഗന്ധക്. ഏറ്റവും വലുത് യമുനയാണ്. വോളിയം അനുസരിച്ച് നോക്കിയാൽ ഘാഗ്രയാണ് ഏറ്റവും വലുത്. അല്ലാതെ വലിയ പോഷക നദി യമുനയാണ്. വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഘാഗ്രയാണ് വലുത്. ഒന്നും കൂടെ പറയാം. യമുന, കോസി, ദാമോദർ, സോണ്, ഘാഗ്ര, ഗോമതി, ഗന്ധക്. ഇനി നമ്മൾ ഇച്ചിരി ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ? നീതി ആയോഗ് ശരിയായിട്ടുള്ള പ്രസ്താവന, നയരൂപീകരണം, പദ്ധതികളുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തൽ, ശരിയാണ്. സഹകരണ ഫെഡറലിസം, ശരിയാണ്. നിരീക്ഷണം, വിലയിരുത്തൽ, ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാ? പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് 2014 ഓഗസ്റ്റ് 28. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന. ക്ലിയർ ആണ്? ഇനി അടുത്ത ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടും? ട്രേഡ് യൂണിയൻസ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടും? ആൻസർ കൺകറന്റ് ലിസ്റ്റ് ആണ്. ട്രേഡ് യൂണിയൻസ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇനി ഭരണഘടന, ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ സമ്മേളനം ഡിസംബർ 9 ഡിസംബർ 6 രൂപീകരിച്ചു. ഡിസംബർ 9 ആദ്യ മീറ്റിംഗ് നടന്നു. ശരിയാ. 207 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എയും ബിയും ശരിയാണ്. എയും ബിയും ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? 73 പഞ്ചായത്ത് രാജ് അല്ലേ? 3 ശരിയാണ്. 3 ശരിയായിട്ടുള്ളത്, എല്ലാത്തിലും 3 ശരിയാണ്. 74 നഗരപാലിക, 4 എല്ലാത്തിലും ശരിയാണ്. അത് വായിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇനി 52 മൗലിക കടമകൾ ഉൾപ്പെടുത്തി.
മൗലിക കടമകൾ 52. ശരിയാണോ? തെറ്റ്. 1976 42 ഭേദഗതി പ്രകാരം മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 44 മതേതരത്വം അല്ല, 42 മതേതരത്വം. അപ്പോ 1976 42 ഭേദഗതിയിലാണ് മതേതരത്വം, സോഷ്യലിസം രണ്ടും ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ആമുഖം ഒരു വട്ടം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഉത്തരം 3ഉം 4ഉം മാത്രമാണ് ശരി. 3ഉം 4ഉം മാത്രമാണ് ശരി. ഇനി BSCയുടെ ഹോട്ട് ടോപ്പിക് ജസ്റ്റിസ് ഫാത്തിമ ബീവി 1988 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അന്തരിച്ചത് നവംബർ 22. നവംബർ 23 അന്തരിച്ചത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4 തെറ്റാണ്. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 ശരിയാണ്. അപ്പൊ ഇത് 2 എണ്ണമായി. 88 സുപ്രീം കോടതി ആദ്യ വനിതാ ജഡ്ജി ആണോ, ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി ആണോ? ഇതിൽ നമ്മൾ നോക്കി. ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി അല്ലേ? അപ്പൊ ഉത്തരം 2, 3 ശരിയാണ്. 2, 3 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. നിലവിൽ UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുധാനാണ് ഇപ്പോഴത്തെ UPSC ചെയർമാൻ. മനോജ് സോണി മാറി. ഇപ്പോൾ UPSC ചെയർമാൻ പ്രീതി സുധാനാണ്. പ്രീതി സുധ. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ റോഡുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വരുന്നത്. റോഡ് ശൃംഖലയിൽ ലോകത്ത് 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. റോഡ് ശൃംഖലയിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയുടെ റോഡ് ശൃംഖല എന്ന് പറയുമ്പോൾ 71% യാത്രക്കാർക്കും ബാക്കി 80% ചരക്ക് ഗതാഗതവും ഒക്കെ നിർവഹിക്കുന്നതാണ്. നമ്മുടെ ആദ്യ റോഡ് ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ആദ്യ റോഡിന്റെ പേരെന്താണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഷേർഷാ സൂരിയാണിത് നിർമ്മിച്ചത്. ലോങ് വാക്ക് റോഡ് എന്നും അറിയപ്പെടുന്നു. കൊൽക്കത്ത അമൃത്സർ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ റോഡ്. ഏതാണ് ഇതിന്റെ പേര്? ലോങ് വാക്ക് റോഡ്. ഷേർഷാ സൂരി നിർമ്മിച്ചു. കൊൽക്കത്ത അമൃത്സർ കണക്ട് ചെയ്യുന്നു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയും. മുഴുവൻ ഗ്രാമങ്ങളെ റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ആൻസർ കേരളം. ഇനി ഇതുണ്ടോ, ദേശീയപാത എന്ന് പറയുമ്പം റോഡ് ഗതാഗത മന്ത്രാലയം ഇതാണ് വലുത്. സംസ്ഥാന പാത കുറച്ചേ ഉള്ളൂ. ജില്ലാ റോഡ് കുറച്ചും കൂടെ കുറയും. പിന്നെ ഗ്രാമീണ റോഡുണ്ട്, നഗര റോഡുണ്ട്, പദ്ധതി റോഡുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റോഡുകൾ നമുക്കുണ്ട്. നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നത് ന്യൂഡൽഹി അംബാലയാണ്. ജലന്ധർ അമൃത്സർ. ന്യൂഡൽഹി ടു അമൃത്സർ. ഇതാണ് നാഷണൽ ഹൈവേ 1. ഡൽഹിയിൽ നിന്നുള്ളതാണ് നാഷണൽ ഹൈവേ 2. നാഷണൽ ഹൈവേ 2. NH7 വാരണാസി മുതൽ കന്യാകുമാരി വരെ കണക്ട് ചെയ്യുന്നതാണ് NH7. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ആണ് NH44. ഇന്ത്യയിലെ നീളം കൂടിയത് ഏതാണ്? NH44. അപ്പൊ നമ്മുടെ ദേശീയ പാതകളുടെയൊക്കെ നിർമ്മാണം, അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നത് ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. 1988 ഇവർ നിലവിൽ വന്നത്. 1988 നിലവിൽ വന്നു. ഇനി അതിർത്തി റോഡുകളുണ്ട്. നമ്മുടെ ബോർഡറിലുള്ള റോഡുകൾ, നമ്മുടെ രാജ്യത്തിന്റെ മറ്റൊരു രാജ്യവുമായിട്ടുള്ള അതിർത്തി റോഡുകൾ. ഇത് നിർമ്മിക്കുന്നത് ബോർഡേഴ്സ് റോഡ് ഓർഗനൈസേഷൻ ആണ്. BRO, ബോർഡേഴ്സ് റോഡ് ഓർഗനൈസേഷൻ ആണ്. സുവർണ ചതുഷ്കോണം ഇത് കണ്ടോ, 4 നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു.
ഏതൊക്കെയാണ്? 99 ജനുവരി 6 നിലവിൽ വന്നതാണ്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, DMKC. സുവർണ ചതുഷ്കോണം 4 റോഡുകളെയാണ് കണക്ട് ചെയ്യുന്നത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ 4 നഗരങ്ങളെ കണക്ട് ചെയ്യും. സുവർണ ചതുഷ്കോണം കൊണ്ടുവന്നത് ആരാണ്? AB വാജ്പേയി. ദേശീയപാത ദൈർഘ്യം കൂടുതൽ മഹാരാഷ്ട്രയ്ക്കും കുറവ് ഗോവയ്ക്കുമാണ്. ദേശീയപാത ദൈർഘ്യം കൂടുതൽ ആർക്കാണ്? റോഡുകൾ കൂടുതൽ ആർക്കാണ്? മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിനാണ്. കുറവ് ഗോവയ്ക്കാണ്. അപ്പൊ ഇന്ത്യയില് ഏറ്റവും നീളം കൂടുതൽ NH7 എന്നറിയപ്പെട്ടിരുന്ന 44 NH44. കേരളത്തിലെ 66 അല്ലേ? പനവേൽ കന്യാകുമാരിയാണ് കേരളത്തിൽ നീളം കൂടുതൽ. ഇന്ത്യയില് പഴയ പേര് NH7 എന്നാണ്. ഇപ്പോഴത്തെ പേര് NH44 എന്നാണ്. ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗർ, കന്യാകുമാരി. നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ശ്രീനഗറും ഇങ്ങ് താഴെ അറ്റം കന്യാകുമാരി കണക്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? 966BR 47A എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന, നമ്മുടെ കേരളത്തിലെ കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന NH47A എന്ന് പണ്ടറിയപ്പെട്ടു. ഇപ്പൊ പേര് 966B എന്നാണ്. അപ്പൊ നീളം കൂടുതൽ, പഴയ പേര് NH7, ഇപ്പോഴത്തെ പേര് 44, ശ്രീനഗർ, കന്യാകുമാരി. ഇനി NH1 എവിടുന്നാണ്, NH2 എവിടെയാണെന്ന് പഠിച്ചു. ബോർഡേഴ്സ് റോഡ് ഓർഗനൈസേഷനെ കുറിച്ച് കണ്ടു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ച് കണ്ടു. 88 നിലവിൽ വന്നത്. നീളം കൂടിയ റോഡ്, നീളം കുറഞ്ഞ റോഡ് കണ്ടു. ഏറ്റവും കൂടുതൽ റോഡുള്ള, ഏറ്റവും കൂടുതൽ ദേശീയപാതയുള്ള സംസ്ഥാനങ്ങൾ കണ്ടു. ദേശീയപാത കുറവുള്ള സംസ്ഥാനം ഗോവയും കണ്ടു. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒരു റോഡിനെ കുറിച്ച് പറയുന്നു. ഗ്രേറ്റ്, നമ്മുടെ ആദ്യത്തെ റോഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഷേർഷാ സൂരി നിർമ്മിച്ച ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇത് മറ്റ് ദേശീയപാതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ദേശീയപാതയുണ്ട്. അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. NH4 എന്ന് അറിയപ്പെടും. മറ്റ് ദേശീയപാതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു റോഡാണ് NH4. NH4 എന്ന് അറിയപ്പെടുന്നു. അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും 2-3 ചോദ്യങ്ങളിലേക്ക് പോകുന്നു. കേരളത്തില് പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം? നമ്മുടെ ആൻസർ ഫെബ്രുവരി 19. ആൻസർ എന്താണ്? ഫെബ്രുവരി 19 കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം. അടുത്ത ചോദ്യം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28 നമ്പർ ആക്ട്. 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ്. ഇനി കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാ? ജുഡീഷ്യൽ സർവീസ്, ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ്, ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്കാണ്. ആർക്കാണ്? ഹൈക്കോടതിക്കാണ് അധികാരമുള്ളത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ഏത് വസ്തുവിന്റെ ഉൽപാദനം കുറയുന്നതാണ് പാർക്കിൻസൺസ് എന്ന രോഗം? ഉത്തരം ഡോപാമിൻ ആണ്. വൈറ്റമിൻ എയുടെ അഭാവം, നേത്രാവരണം കോർണിയ വറ്റുവരണ്ടു പോകുന്നത് സിറോഫ്താൽമിയ. ഇനി RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണ്? RNA-യില് തൈമിന. ആൻസർ തൈമിൻ. അടുത്ത ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023. ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമേത്? ശിശു സൗഹൃദ വിഭാഗം 1-ാം സ്ഥാനം നേടിയ കേരളത്തിന്റെ ഗ്രാമം? ആൻസർ ചെറുതന ആലപ്പുഴ. ചെറുതന ആലപ്പുഴ. ഇനി നമ്മൾ കുറച്ച് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? ജൈവ കൃഷി.
ആരാണ് ഉപജ്ഞാതാവ്? ആൽബർട്ട് ഹൊവാർഡ്. ആൻസർ ജൈവകൃഷി. ഉപജ്ഞാതാവ് ആൽബർട്ട് ഹൊവാർഡ്. പരമ്പരാഗത ജൈവ കൃഷി ഉപജ്ഞാതാവ് മസനോബു ഫുക്കുവോക്ക. ജൈവ കൃഷിയാണെങ്കിൽ ആൽബർട്ട് ഹൊവാർഡ് ആണ്. പരമ്പരാഗത ജൈവ കൃഷിയാണെങ്കിൽ മസനോബു ഫുക്കുവോക്കയാണ്. ഈ മസനോബു ഫുക്കുവോക്ക ആരാണ്? പ്രകൃതി കൃഷി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ്. പരമ്പരാഗത കൃഷി വ്യവസായത്തിന്റെ ഉപജ്ഞാതാവാണ്. പ്രകൃതി കൃഷി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. ധാന്യ ഗുളികകൾ വികസിപ്പിച്ചെടുത്തു. ഒറ്റ വൈക്കോൽ വിപ്ലവം, വൺ സ്ട്രോ റെവല്യൂഷൻ ആരംഭിച്ചു. ജപ്പാനിലാണ് ഈ ഒറ്റ വൈക്കോൽ വിപ്ലവം നടന്നത്. മസനോബു ഫുക്കുവോക്കയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്. അതായത് രാസവളങ്ങള്, കീടനാശിനികള് ഉപയോഗിക്കാതെ, ഭൂമി ഉഴുതുമറിക്കാതെ, മനുഷ്യ ഇടപെടലൊക്കെ മാക്സിമം കുറച്ച് കൃഷി ചെയ്ത രീതിയാണ് ജാപ്പനീസ് കൃഷി രീതി. ഇതാണ് ജാപ്പനീസ് കൃഷി രീതി. ഓക്കെ. അപ്പൊ മസനോബു ഫുക്കുവോക്ക ജപ്പാനിലാണ് ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇനി സൈലന്റ് സ്പ്രിംഗ് പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നു. റേച്ചൽ കഴ്സൺ ആണ് ഈ പുസ്തകം രചിച്ചത്. റേച്ചൽ കഴ്സൺ പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ലിയർ ആണോ? പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. വീണ്ടും നമ്മൾ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഖാൻ അബ്ദുൽ ഗാഫറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇദ്ദേഹം അതിർത്തി ഗാന്ധിയാണെന്നും ഖുദായി ഖിദ്മത്ഗാർ എന്നും എല്ലാവർക്കും അറിയാം. 1, 4 അറിയാം. അപ്പൊ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഇനി ഇതാണോ എന്നാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോ നമ്മളുടെ ഉത്തരം വരുന്നത് എല്ലാം ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഇനി ഇതുണ്ടോ നാറ്റോയുമായി ബന്ധപ്പെട്ട പ്രസ്താവന? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ബന്ധമില്ലാത്തതേത്? ചോദ്യം 1949 സ്ഥാപിതമായി. ആസ്ഥാനം ജനീവ. അവസാനമായി ചേർന്നത് സ്വീഡൻ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയുടെ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇതില് ബന്ധമില്ലാത്തതാണ് വേണ്ടത്. ഇതിന്റെ ആസ്ഥാനം ജനീവയിലാണ്. ആസ്ഥാനം ബ്രസൽസ്, ജനീവ. 1949 ഏപ്രിൽ 4 നിലവിൽ വന്നത്. ശരിയാണ്. അവസാനം ചേർന്നത് ഏതാണ്? സ്വീഡനാണ്, 32ാമത്തെ രാജ്യം. 2024 മാർച്ചിലാണ് സ്വീഡൻ അംഗമായത്. 31ാമത് ഫിൻലാൻഡ്. 31ാമത് ഏതാണ്? ഫിൻലാൻഡ്. ഓക്കെ ആണോ? ഫിൻലാൻഡ്. ഇനി റഷ്യ ഉക്രൈൻ കാരണമല്ല. അപ്പൊ തെറ്റായിട്ടുള്ളത് വേണം. 2ഉം 4ഉം തെറ്റ്. അടുത്ത ചോദ്യം നമ്മൾ നോക്കുന്നത് താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാ? ശരി, നമുക്കിപ്പോ പഠിക്കാം. തെറ്റായിട്ടുള്ളത് ഏതാണ്? 3 മാത്രമാണ് തെറ്റ്. ശരി ഏതൊക്കെയാണ്? റോബസ്പിയർ, ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്, VI ലെനിൻ, ലോങ് മാർച്ച്, മാവോ സേതോ. ലോങ് മാർച്ച്, മാവോ സേതോ. ഒരിക്കൽ കൂടി നോക്കാം. റോബസ്പിയർ,
ജാക്കോബിയൻ ക്ലബ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ. ലോങ് മാർച്ച് മാവോ സേ തു. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പ്രസ്താവനകളിൽ ശരി ഏത്? ക്വസ്റ്റ്യൻ നോക്കുക. പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ഓക്കെ, മോണ്ടസ്ക്യൂ ആണ് സ്പിരിറ്റ് ഓഫ് ലോ. 1953 പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നു ഡിസംബറിൽ. ഇതിനെ ഫസൽ അലി കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. ഷായാണോ? ഫസൽ അലി, HN കുൻസ്രോ, KM പണിക്കർ ഇവരൊക്കെ ആയിരുന്നു അംഗങ്ങൾ. ആദ്യം രൂപീകരിച്ചത് ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ ഇതിനകത്ത് 1, 3, 4 ശരിയാ. 1, 3, 4 ശരിയാണ്. 2 മാത്രമാണ് തെറ്റ്. 2 ആൻസർ അല്ല എന്ന് നമ്മൾ എഴുതും. ഇനി തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിതഗൃഹ വാതകമാണ്. ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ ഒരുമിച്ച് കൂടുന്നു. നമ്മൾ പറഞ്ഞില്ലേ അളകനന്ദ, ഭഗീരഥി ദേവപ്രയാഗിൽ ഒന്നിക്കുന്നു. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ളതല്ലേ ചോദിച്ചത്? 4 ശരിയല്ലേ? 4 വരാൻ പാടുണ്ടോ? ഇല്ല. ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണോ? ട്രോപ്പോസ്ഫിയർ അല്ലേ? ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. 1 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ 1 വരണം അല്ലെ? 1 ഉള്ളതാണ് നമ്മുടെ ഉത്തരം. ഇതിനകത്ത് 1 ഇല്ല. അപ്പൊ ഇത് 2 എണ്ണം ഉണ്ട്. നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്. ഗ്രാനൈറ്റ് ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശില. അപ്പൊ ആൻസർ തെറ്റ് ചോദിച്ചത് കൊണ്ട് നമ്മുടെ ഉത്തരം ഏതൊക്കെയാണ് തെറ്റ്? 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ് തെറ്റ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രം സമുദ്രജല പ്രവാഹം ഏതാണ്? അഗുൽഹാസ് പ്രഭാവമാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹം. ആഗ്നേയശിലയ്ക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ആഗ്നേയശില എന്ന് പറയുമ്പോൾ പ്രാഥമിക ശില, മാതൃശില, പിതൃശില, അടിസ്ഥാന ശില ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. അവസാദ ശില, അടുക്ക് ശില എന്നാണ് വിളിക്കുന്നത്. ഫോസിലുകൾ കാണപ്പെടുന്നില്ല, ഫോസിലുകൾ കാണപ്പെടുന്നു. ആഗ്നേയശില എന്ന് പറയുമ്പോൾ മാഗ്മ ലാവ തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്നതാണ്. ഈ ആഗ്നേയശിലയ്ക്ക് എക്സാമ്പിൾ ബസാൾട്ടും ഗ്രാനൈറ്റുമാണ്. അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് കൽക്കരി, ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്. ഇതൊക്കെ അവസാദ ശിലയാണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. ഈ കായാന്തരിത ശില കേരളത്തിൽ ധാരാളമായി കാണപ്പെടുന്നു. മാർബിളും സ്ലേറ്റുമാണ് ഇതിന് എക്സാമ്പിൾ. മാർബിളും സ്ലേറ്റുമാണ് ഇതിന് എക്സാമ്പിൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. നമ്മുടെ ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സമയം എന്താണ്? 5.5 മണിക്കൂർ മുമ്പിലല്ലേ? ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ശരിയാണ് ചോദിച്ചത്. അപ്പൊ 1 ആയിരിക്കണം ശരി. നമുക്ക് 2 ഓപ്ഷനാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമതാപോർജ നിലയമുണ്ട്. ഈ ഒരു കൂതറ അല്ലെ? തമിഴ്നാട്, കൂടംകുളം, റഷ്യയുടെ സഹായം. ഭൗമതാപോർജം ഉള്ളത് എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശ്, മണികരണാണ്. അപ്പൊ ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ്. ഗുജറാത്തിന്റെ തലസ്ഥാനം എന്താണ്? അഹമ്മദാബാദ് എന്ന് പറഞ്ഞിരിക്കുന്നു. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സിന്ധു നദിയുടെ പോഷകം നമ്മൾ കണ്ടില്ലേ? സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ജലം ഇങ്ങനെ പോകുന്നു. പിന്നെ സിന്ധു, പിന്നെ സരസ്വതി ഭൂമിക്കടിയിലൂടെ ഉള്ള. അപ്പൊ ഈ 1ഉം 4ഉം ശരിയാണ്. 1, 4 ശരിയാണ്.
ക്ലിയർ ആണ്? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 1ഉം 4ഉം, ഓപ്ഷൻ സി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മുടെ ചോദ്യം, ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളെ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നു. അപ്പോ അറ്റ്ലാന്റിക് മേഖലയിൽ പ്യൂറിട്ടോറിക്ക ഗർത്തമാണ് ഉള്ളത്. എസ് ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഗർത്തമുള്ളത്, ചലഞ്ചർ ഗർത്തം. റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് മേഖലയിൽ പ്യൂറിട്ടോറിക്ക ഗർത്തമുണ്ട്, എസ് ഷേപ്പ് ആണ്. വാട്ടർ ഗർത്തമുള്ളത് എവിടെയാണ്? വാട്ടർ ഗർത്തമുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രം. ഗ്രാൻഡ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന മീനുകൾക്ക് പ്രസിദ്ധമായ സ്ഥലം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ആൻസർ അറ്റ്ലാന്റിക് സമുദ്രമാണ്. അടുത്തതിലേക്ക് നമുക്ക് പോകണം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലൂടെയാണ്. അലഹബാദ് ഹാൽദിയ വരെ നീണ്ടുകിടക്കുന്നു. NW2 നാഷണൽ വാട്ടർവേ 2 ആണ്. ഇത് നീണ്ടുകിടക്കുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇത് സാദിയ മുതൽ ധുബ്രി വരെയാണ്. ഇനി നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീണ്ടതാണ്. പക്ഷെ കോട്ടപ്പുറം വരെ എന്നാണ് എപ്പോഴും PSC ചോദിക്കുന്നത്. കേരളത്തിലൂടെയാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിശേഷിപ്പിക്കുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിശേഷിപ്പിക്കുന്നു. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷം ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ആൻസർ എന്താണ്? സൗദി അറേബ്യ. ഇനി അടുത്തതും കണ്ടോ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനം വൻ വർധനവ് ഉണ്ടായി. ശരിയല്ലേ? ഭക്ഷ്യോൽപാദന രംഗം ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം, രാസവളം, രാസകീടനാശിനികൾ വ്യാപകമായി ഉപയോഗിച്ചു. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. 1 മുതൽ ആരംഭിച്ചോ? അത് തെറ്റാണ്. അപ്പൊ 4 തെറ്റാണ് എന്ന് നമുക്ക് അറിയാം, 4 ശരിയല്ല. അപ്പൊ ആകെ 2ലാണ് നമുക്കൊരു സംശയം. അതായത് നമ്മൾ ഭക്ഷ്യോൽപാദനം തുടങ്ങി, നമുക്ക് കുറച്ച് ബാക്കി വരാൻ തുടങ്ങി. അതായത് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു, അതാണ്. അപ്പൊ 1, 2, 3 ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റാണ്. ഇനി ഇത് കണ്ടോ, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ. ഇന്ത്യയിൽ പ്രധാന 4 കാർഷിക വിളകൾ. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായിട്ടുള്ള സ്ഥാനക്രമം കാണൂ. അപ്പൊ നമ്മൾ ഗോതമ്പ് കണ്ടു, നെല്ല് കണ്ടു, ചോളം കണ്ടു, പയർ കണ്ടു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നെല്ലല്ലേ? 2ാം സ്ഥാനം ഗോതമ്പിനല്ലേ? 3 ചോളമല്ലേ? 4 പയറല്ലേ? അപ്പോ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നു. ആൻസർ 1 നെല്ല്, 2 ചോളം, അല്ല 2 ഗോതമ്പ്, 3 ചോളം, 4 പയർ. ഭക്ഷ്യവിളയിൽ കൂടുതൽ നെല്ല്. നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ ഇത്രയും നാൾ പശ്ചിമ ബംഗാൾ ആയിരുന്നു. ഇപ്പോൾ മുമ്പിൽ തെലങ്കാന ആയിട്ടുണ്ട് 2024 റിപ്പോർട്ട് പ്രകാരം. ഗോതമ്പ് ഉൽപാദനത്തിൽ ഉത്തർപ്രദേശും ചോളം ഉൽപാദനത്തിൽ കർണാടകയുമാണ് മുമ്പിൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ വരുന്നത് 1ഉം 2ഉം ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാന പണനയ ഉപാധമാണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഇതൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പണനയ ഉപാധിയാണ്. 2024 ഏപ്രിൽ മാസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണയ സമിതി 6.5 മാറ്റിയിരുന്നു. 6.5 റിപ്പോ റേറ്റ് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ചോദ്യമാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ
22 അംഗങ്ങളുണ്ട്. അതിൽ 8 അംഗ കമ്മിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 7 എന്ന് പറഞ്ഞത് തെറ്റാണ്. ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. 7 എന്ന് പറഞ്ഞത് എന്താണ്? 22-ൽ 8 കമ്മിറ്റികളാണ്. അതായത് നമുക്ക് ടോട്ടൽ 22 കമ്മിറ്റികൾ, ഫ്ലാഗ് കമ്മിറ്റി, അങ്ങനത്തെ 22 കമ്മിറ്റികൾ. അതിൽ എത്ര കമ്മിറ്റികൾ ഏറ്റവും വലുത്? 8. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏത്? ഫ്ലാഗ് കമ്മിറ്റി. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഇനി ഇത് 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണോ? ഒരിക്കലുമല്ല. രണ്ടാമത് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ബാക്കി ഇതാണ് ഉത്തരമെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരത്തിലേക്ക് പോകുന്നു. ഇതിൽ ഉത്തരം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാനാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളാണ്. മനുഷ്യാവകാശം സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവ്, പ്രായോഗിക പരിചയമുള്ള 2 പേർ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി യുവജനകാര്യ കായിക വകുപ്പ് മൻസുഖ് മാണ്ഡവ്യ. 1 ശരി, മൻസുഖ് മാണ്ഡവ്യ. അടുത്തത് ദ്രൗപദി മുർമുവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ്? ദ്രൗപദി മുർമു 15ാമത്തെ പ്രസിഡന്റ് ആണ്. 14 15 ഉറപ്പിക്കണം. അപ്പൊ അതിനകത്ത് ഏതാണ്ട് 1 ശരിയാണ്. 1 മുതൽ 4 വരെ അല്ലല്ലോ. 1 3 2 3 ഒന്നെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ 2 ആകാം. ഇനി 2015 മുതൽ 21 വരെ ഒഡീഷയിലാണോ? അല്ല, ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു. അപ്പോ നമുക്ക് വേണ്ടത് ശരിയാണ്. 1 3 ശരിയാണ്. 1 3 ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം മുഖ്യ അതിഥി അബ്ദുൽ ഫത്തഹ് LCC ആണ്. ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം? ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. 1 മാത്രമാണ് ശരി. ഈജിപ്തിലെ മാത്രം പ്രസിഡന്റ് ആണ്. സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്ക് നൽകി വരുന്നു? നമ്മുടെ ആൻസർ സംസ്ഥാനത്ത് എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. ആൻസർ എന്താണ്? സ്നേഹ സാന്ത്വനം പദ്ധതി പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്. ഇനി പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ എന്തൊക്കെയാണ്? പോക്സോ നിയമം, പോക്സോ അതായത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ ഒഫൻസ് ആക്ട് ആണ്. അപ്പൊ സെക്ഷലി കുട്ടികളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം 2012. പോക്സോ നിയമം 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദ പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. ഇതാണ് ആദ്യം പറയുന്നത്. പോക്സോ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ ചികിത്സ വിധേയരാക്കണം. കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വേഷത്തിലാകാൻ പാടില്ല. ശരിയാണ്. അപ്പൊ ഔദ്യോഗിക വേഷം ഇതിനകത്ത് വന്നോ? ഇല്ല. പോക്സോ കേസുകളിൽ കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. 3 4 ഒരുമിച്ച് ശരിയാവോ? ഇത് തെറ്റല്ലേ? അപ്പൊ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് അറിയാവുന്ന ഒരാൾക്ക് വേറെ ഒന്നും അറിയണ്ട. ചുമ്മാതെ ബാക്കിയെല്ലാം ആര് വലിച്ചു കൊടുത്തേക്കുക. എനിക്കിത് മാത്രമേ അറിയാവുള്ളൂ, ബാക്കി ഒന്നും അറിയത്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് വേറൊന്നും അറിയത്തില്ല, ഇത് മാത്രം അറിയാം. അപ്പോ ഞാൻ പോക്സോ കേസ് ഉണ്ടെങ്കിൽ ഔദ്യോഗിക വേഷത്തിലാകരുത്. 3 ശരിയാണ് എന്ന് എനിക്കറിയാം. ഓക്കെ ആണ്. അപ്പൊ ഞാൻ തപ്പി. 1 2 മാത്രം ശരി തെറ്റല്ലേ? 1 4 ശരി തെറ്റല്ലേ? അതായത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ? ഒരാള് പറയുന്നു വേഷത്തിലാകരുത്, മറ്റേ ആള് പറയുന്നു വേഷത്തിലാകണം. അപ്പൊ 3 4 ഒരിക്കലും ഒരുമിച്ച് ശരിയാവാൻ പറ്റത്തില്ല. അപ്പൊ വേറൊന്നും എനിക്ക് അറിയത്തില്ലേലും
ഇതും മൂന്നും ശരിയാണ് എന്ന് എലിമിനേഷൻ മെത്തേഡിൽ നിന്ന് ഉത്തരത്തിലെത്താം. ക്ലിയർ ആണോ? അപ്പൊ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ആദ്യം 28ാം വകുപ്പ് 27ാം വകുപ്പ് നമ്മൾ കാണുമ്പോൾ പേടിച്ചു. അപ്പൊ നമുക്ക് എഴുതാനുള്ള ഒരു ഊർജ്ജവും അങ്ങ് നഷ്ടപ്പെടും. നമ്മൾ വിചാരിക്കും സ്കിപ്പ് അടിക്കാം. പക്ഷെ നമ്മൾ ക്ഷമാപൂർവ്വം ബാക്കി വായിക്കണം. വായിച്ചിട്ട് നമ്മൾ ഓപ്ഷനിൽ നിന്ന് നോക്കണം. ഏതെങ്കിലും ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ഓപ്ഷനിലൂടെ നോക്കണം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഒരു 5 ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. ഉറപ്പാണ്. വേറൊന്നും വേണ്ട. ചുമ്മാ കോമൺ സെൻസ് വായിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു 3 ചോദ്യമെങ്കിലും 5 ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. അപ്പൊ ആ ഒരു കോമൺ സെൻസ് നമ്മൾ പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്യണം. ഇനി വാത്സല്യനിധി സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാ? അമ്മത്തൊട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം പട്ടികജാതിക വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി, OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന സഹായം, പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനം 1 ലക്ഷം രൂപ വരെ നൽകുന്നു. അപ്പൊ ഈ വാത്സല്യനിധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് നമ്മൾ ചോദിച്ചത്. വാത്സല്യനിധി അല്ലെ, ഒന്നെങ്കിൽ 1ഉം 4 അമ്മത്തൊട്ടിൽ ജനിക്കുന്ന കുട്ടി നൽകുന്ന ഒറ്റത്തവണ ധനസഹായം, പിന്നെ പട്ടികജാതിയും കൂടെ പറയുന്നു. പട്ടികജാതി പറയുവാണെങ്കിൽ പട്ടികജാതിയുടെ തന്നെ ഇത് 2 എണ്ണം വരണം അല്ലെ. പട്ടികജാതിക്കാര് 2ഉം കൂടെ ഒന്നിച്ച് പറയണം. അപ്പൊ 1ഉം 3ഉമാണ് ശരി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി സമഗ്ര വികസനം 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കൾക്ക് ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. മെഡിസെപ്പ് ഏതാണ്? മെഡിസെപ്പ് പെൻഷൻ, അതുപോലെ തന്നെ പെൻഷൻ നമ്മുടെ സർക്കാർ ജീവനക്കാർക്കുള്ളതാണ്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് അത് നൽകുന്നത്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് എനർജി സോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള എനർജി ഉണ്ട് നമുക്ക് അല്ലെ. കാറ്റിൽ നിന്നുള്ള എനർജി ഉണ്ട്, വെള്ളത്തിൽ നിന്നുള്ളതുണ്ട്, സോളാർ ഉണ്ട്, നമ്മുടെ തിരമാലയിൽ നിന്നുണ്ട്, ജിയോ തെർമൽ, ബയോമാസ് അതായത് ജൈവവാതകം, ജൈവപിണ്ഡം ഒക്കെ ഉണ്ട്. നമുക്ക് പരമ്പരാഗതമെന്നും പാരമ്പര്യേതരമെന്നും ഊർജ സ്രോതസ്സുകളെ 2ആയി തിരിക്കാം. റിന്യൂവബിളും ഉണ്ട്, നോൺ റിന്യൂവബിളും ഉണ്ട്. റിന്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് റിന്യൂവിന്റെ എക്സാമ്പിൾ. അതായത് സോളാർ, സൂര്യൻ, വെള്ളം, ജൈവവാതകം, ജൈവപിണ്ഡം, കാറ്റ്, ജിയോ തെർമൽ ഇതൊക്കെ എന്താണ്? റിന്യൂ ചെയ്യാൻ പറ്റുന്നത്. നോൺ റിന്യൂവബിൾ ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് ഓർക്കുക. കൽക്കരി, നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, ന്യൂക്ലിയർ, ഓയിൽ തുടങ്ങിയവയാണ്. ഒക്കെയാണ് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതും പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതുമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ പുനഃസ്ഥാപന ശേഷിയുള്ളത് ഏതൊക്കെ? അത് നമ്മൾ കണ്ടു. സോളാറ്, കാറ്റ്, ഹൈഡ്രോ എനർജി, ബയോഗ്യാസ്, ബയോ തെർമൽ, ജിയോ തെർമൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം കല്ലണയാണ്, കാവേരി നദിയിലാണ്. ചോളവംശം കരികാല ചോളനൊക്കെ നിർമ്മിച്ചത്. ക്ലിയർ ആണ്? ഇനി ഇന്ത്യ നേപ്പാൾ സംയുക്ത പദ്ധതിയുടെ പേരെന്താ? അത് ഗാന്ധകാർ. ഇന്ത്യ നേപ്പാൾ സംയുക്ത പദ്ധതി ഗാന്ധകാർ. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ആൻസർ ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ നെഹ്റു ആണ്. ക്ലിയർ ആണോ? ജവഹർലാൽ നെഹ്റു. ഇനി നമ്മൾ പോകുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ഗതാഗത ശൃംഖലയില് 4ാം സ്ഥാനമാണ് ഇന്ത്യയുടെ റെയിൽവേക്ക്. അമേരിക്ക, റഷ്യ, ചൈന കഴിഞ്ഞാണ് ഇന്ത്യ വരുന്നത്. ഒക്കെയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ 2ാം സ്ഥാനം ചൈന കഴിഞ്ഞാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട്. ഇനി ലോകത്തെ ആദ്യ റെയിൽവേ എന്ന് പറയുന്നത് ലിവർപൂൾ, മാഞ്ചസ്റ്റർ ആയിരുന്നു. ഇന്ത്യയില് ഡൽഹൌസി പ്രഭുവാണ് നമ്മുടെ ട്രെയിൻ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്.
ഇന്ത്യൻ റെയിൽവേ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലിയൊക്കെ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയുടെ ജീവനാഡി എന്ന് അറിയപ്പെടും. 1853 ഏപ്രിൽ 16 നമ്മുടെ ട്രെയിന് ആദ്യമായിട്ട് ബോംബെ മുതൽ താനെ വരെ പോകുന്നത്. ബോംബെ ടു താനെ. ആദ്യ റെയിൽവേ സ്റ്റേഷൻ ബോറിബന്ദറാണ്. ആപ്തവാക്യം രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ് ആദ്യകാല പേര്. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇനി റെയിൽവേ ബന്ധിപ്പിച്ചിട്ടില്ലാത്തൊരു സ്ഥലമായിരുന്നു സിക്കിം. പക്ഷെ ഇപ്പോ റെയിൽവേ വന്നു. ഇതിന്റെ പേര്, ഈ സ്റ്റേഷന്റെ പേര് റാങ്പോ. സിക്കിമിന്റെ സ്റ്റേഷന്റെ പേര് എന്താണ്? റാങ്പോ. റാങ്പോ. റെയിൽ നീറുണ്ട്. നാഷണൽ റെയിൽ മ്യൂസിയം ന്യൂഡൽഹിയിലുള്ള ചാണക്യപുരിയിലാണ്. ന്യൂഡൽഹി ചാണക്യപുരി. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ട്? ഇനി നമ്മുടെ പണ്ട് തുടങ്ങി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് ഫെറിക്യൂ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതാണ് ഫെറിക്യൂ. ന്യൂഡൽഹി രാജസ്ഥാന് ഇടയിലാണ് ഫെറിക്യൂ പോകുന്നത്. നമ്മുടെ ആദ്യം മെട്രോ വന്നത് 1984 കൊൽക്കത്ത മെട്രോ. ആദ്യ മെട്രോയുടെ പേരെന്തുവാണ്? 1984 വന്ന കൊൽക്കത്ത മെട്രോ ആണ് ഇന്ത്യയിൽ വന്ന ആദ്യ മെട്രോ. ഫസ്റ്റ് മെട്രോ കൊൽക്കത്ത. ഇനി ഹരിത മെട്രോ എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്രയാണ് ഡൽഹിയിലുള്ളത്. വേഗതയേറിയ ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വേഗതയേറിയ ട്രെയിന്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് നമ്മുടെ വേഗതയേറിയ ട്രെയിൻ. ഇനി നമ്മൾ വീണ്ടും നോക്കുന്നത് ചോദ്യമാണ്. വിദ്യാജ്യോതി പദ്ധതി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ അനുയോജ്യമായത് ഏത്? ആൻസർ കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഇതാണ് നടപ്പിലാക്കിയത്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഭിന്നശേഷിയുള്ള കുട്ടികളെ ഉയർത്തുക സാമൂഹ്യ നീതി വകുപ്പും സാമൂഹ്യ സുരക്ഷാ മിഷനും കൂടി നടപ്പിൽ വരുത്തിയതാണ്. ഇനി കേരളത്തിന്റെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? അത് എം ഷാജർ ആണ്. ഉത്തരം 2 ശരി, എം ഷാജർ. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പൊ മുഹമ്മദ് മുഷ്താഖാണ്. 39ാമത്തെ ആര് എന്ന് ചോദിച്ചാൽ നിതിൻ ജംദാറിനെ എഴുതണം. നിതിൻ ജംദാർ. ആശിഷ് ജിതേന്ദ്ര ദേശായി ഒക്കെ പോയി. ഇപ്പൊ മുഹമ്മദ് മുഷ്താഖാണ് നിലവില് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നേരത്തെ ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു, പക്ഷെ അദ്ദേഹം പോയി. ഇപ്പൊ താൽക്കാലികമായിട്ട് മുഹമ്മദ് മുഷ്താഖിനെ വെച്ചു. എന്നാൽ സുപ്രീം കോടതി ഇപ്പൊ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന നിതിൻ ജംദാറിനെയാണ് ഉടൻ തന്നെ. ഇനി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഒന്നാമത് നമ്മള് മഴയുടെ ഉരുൾപൊട്ടലും ഒക്കെ കഴിഞ്ഞിരിക്കുവാണ്. വയനാട് ജില്ല ചൂരൽമല അല്ലെ. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വെരി ഇമ്പോർട്ടന്റ് നമ്മൾ ഓർത്തു വെക്കണം. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല, സമാധാനമാണ് വെള്ള. മഞ്ഞയാണെങ്കിൽ നിരീക്ഷിക്കണം, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കണം, ശക്തമായ മഴ ഉണ്ടാകുന്നതാണ് സൂചന. ഓറഞ്ച് അതീവ ജാഗ്രതയാണ്. പച്ച നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, സമാധാനമാണ് പച്ചയും. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു കളർ പാറ്റേൺ കൃത്യമായി നമ്മൾ ഓർക്കണം. എന്താണ് ആ കളർ? അതായത് ഇപ്പോ ചാറ്റൽ മഴയാണെങ്കിൽ 2.5 15.5 mm ആണ് ചാറ്റൽ മഴ. ഇവിടെ എഴുതാം ചാറ്റൽ മഴ. അളവൊക്കെ തന്നിട്ടുണ്ട് 2.5 to 15.5 mm. മിതമായ മഴയാണെങ്കിൽ 15.6 to 64.4 mm. ശക്തമായ മഴയാണ് എങ്കിൽ 64.5 to 115.5 mm. ഇനി അതിശക്തമായ മഴയാണെങ്കിൽ അതിശക്തം 115.6 to 204.4 mm.
അതിതീവ്ര മഴയാണെങ്കിലോ അതിശക്തം കഴിഞ്ഞ് അതിതീവ്രമായി. അതായത് 204 കൂടുതലുള്ള എല്ലാ മഴയും അതിതീവ്ര മഴയായിട്ടാണ് കാണുന്നത്. ഈ ഒരു റേഞ്ച് പഠിക്കണം. ഇനി വെള്ള എന്ന് പറയുന്നത് മുന്നറിയിപ്പ് ഇല്ല. വെള്ള എന്താണ്? സമാധാനം, മുന്നറിയിപ്പില്ല. പച്ചയ്ക്കും മുന്നറിയിപ്പൊന്നുമില്ല, നേർത്ത തോതിലൊരു മഴയുണ്ട്. മഞ്ഞയാണെങ്കിലോ നമ്മൾ നിരീക്ഷിക്കണം മഴ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിരീക്ഷിക്കണം. ശക്തമായ മഴ നടക്കുകയാണ്, അപ്പൊ നമ്മളൊരു നിരീക്ഷണമൊക്കെ വേണം. ഓറഞ്ച് ആണെങ്കിലോ ജാഗ്രത പാലിക്കണം. ശക്തമായും അതിശക്തമായൊക്കെ മഴ നടക്കുകയാണ്, നമ്മൾ ജാഗ്രത പാലിച്ച് നിൽക്കണം. ഇനി ചുവപ്പാണ് ഏറ്റവും അപകടം. മുന്നറിയിപ്പിനനുസരിച്ച്, അധികാരികളുടെ മുന്നറിയിപ്പ് അനുസരിച്ച് പ്രവർത്തിക്കണം. ജാഗ്രത പാലിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറേണ്ടി വരും. നമുക്ക് വേണ്ടതൊക്കെ എടുത്തു വെക്കുക, ഏത് നിമിഷം ഇവിടുന്ന് പോകാൻ റെഡിയായി നിൽക്കൂ എന്നാണ് ഓറഞ്ച്. ചുവപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ അധികാരികൾ എന്ത് പറയുന്നു, മാറാൻ പറഞ്ഞാൽ മാറിക്കോ, അല്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ട് പോകും. അതായത് ജീവന് ഭീഷണിയാണല്ലോ. അപ്പൊ അതിശക്തം അതിതീവ്രമായ മഴയാണ് ചുവപ്പ്. വളരെ അപകടം ചുവപ്പ്. അപ്പൊ ഇതാണ് വെള്ള, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇങ്ങനെയാണ്. ക്ലിയർ ആണോ? അപ്പോ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട്. ഇനി നാളെ പോയി സമാധാനമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. എക്സാമിന് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോഴത്തെ എക്സാമിന്റെ രീതി നിങ്ങൾക്കറിയാം. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എക്സാം ഹാളിലാണ്. അപ്പോൾ സമാധാനമായിട്ടൊക്കെ കിടന്ന് ഉറങ്ങുക. പ്രോപ്പർ റിവിഷൻ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാം മറന്നുപോലെ തോന്നിയാലും എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാം തന്നെ ഓർമ്മ വരും. ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കട്ടെ. കൊല്ലം ഒക്കെ കണ്ണൂർ ഒക്കെ പോലെ കട്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആകാതിരിക്കട്ടെ. മിക്കവാറും ആ എക്സാം ആയിരിക്കും ഏറ്റവും ടഫസ്റ്റ് എക്സാം. ബാക്കി എക്സാം ഒക്കെ ഒരു മീഡിയം ലെവൽ, നമ്മുടെ ട്രിവാൻഡ്രം ലെവലൊക്കെ ആയിരിക്കും നിങ്ങളുടെ എക്സാം. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സമാധാനമായി നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.